നമസ്കാരം. നെയ്യാറ്റിൻകര ആറാലമ്മൂട് ഗോപൻ സ്വാമിയുടെ സംസ്കാരം ഇന്ന് നടന്നു. വീട്ടുകാരും പിന്നാലെ മാധ്യമങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മഹാസമാധി എന്നാണ്. സാധാരണ കഴിഞ്ഞ ദിവസം വരെ സമാധി ആയിരുന്നു, ഇന്ന് മഹാസമാധി. അതായത് ആരും അറിയാതെ രഹസ്യമായി ചെയ്യുന്നത് സമാധി, പരസ്യമായി ആൾക്കാരൊക്കെ അറിഞ്ഞു ചെയ്യുന്നത് മഹാസമാധി. സാധാരണ നേരെ തിരിച്ചാണ് ഓരോ വിഷയത്തിലും നമ്മളതിൻ്റെ വർണ്ണന കൊടുക്കുക. എന്നാൽ ഈ സമാധിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല എന്നാണ് നമുക്കിപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ നമുക്കൊരു 3 കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ഒന്നാമത്തേത് സമാധി കാര്യമാണ്. സമാധി നടത്തുന്ന സമയത്ത് രഹസ്യമായി ചെയ്യണം, മകൻ മാത്രമേ കാണാൻ പാടുള്ളൂ, ലോകത്തിൽ വേറെ ആരും കാണാൻ പാടില്ല എന്നാണ് വീട്ടുകാർ ഇന്നലെ വരെ പറഞ്ഞിരുന്നത്. എന്നിട്ട് ഇന്നലെ വരെ അവർ ചെയ്ത കാര്യങ്ങളെ അവർ മഹത്വവൽക്കരിക്കുകയും ചെയ്തു. അച്ഛൻ മരിച്ചതിന് ശേഷം, അല്ലെങ്കിൽ അച്ഛൻ സ്വയം പോയി ആ കുഴിയിലിരുന്നിട്ട് എന്നെ സമാധിയാക്കൂ എന്ന് പറഞ്ഞ് ഭസ്മവും സുഗന്ധദ്രവ്യങ്ങളും ഒക്കെ ഇട്ട് മൂടി ഒടുക്കം കഴുത്ത് വരെ ഇട്ട് മൂടി ഒടുക്കം കോൺക്രീറ്റ് വെച്ച് അടച്ച് അച്ഛൻ്റെ ആഗ്രഹം പോലെ സമാധിയാക്കിയ 24 മണിക്കൂർ പ്രക്രിയയ്ക്ക് ശേഷം സമാധിയായി ഇന്ന ആൾ എന്ന് പറഞ്ഞ് നോട്ടീസ് അടിച്ച് നാട്ടുകാരെ അറിയിച്ച് ഈ ദുരൂഹത ഉണ്ടാക്കിയ വീട്ടുകാരുടെ അല്ലെങ്കിൽ മകൻ്റെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും ചെയ്തിയാണ് നാട്ടുകാർ ചർച്ച ചെയ്തിരുന്നത്. നിയമവിരുദ്ധമായ ഒരു പ്രവർത്തനമായിരുന്നു അത്. എന്നാൽ അന്ന് അവർ പറഞ്ഞിരുന്നത് ആളുകളോട് പറയാതിരുന്നാൽ, പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സമാധി എന്നുള്ളതിൻ്റെ വാല്യൂ പോവും, അതുകൊണ്ട് നമ്മൾ സമാധി അച്ഛൻ്റെ ആഗ്രഹം നടത്താൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പം നിങ്ങൾ പറയുന്ന പോലെ ഇത് കുഴിച്ചെടുത്തു കഴിഞ്ഞാൽ അച്ഛൻ്റെ സമാധി ഇൻവാലിഡ് ആവും, അതോടുകൂടി അച്ഛൻ്റെ ആഗ്രഹം വേസ്റ്റായി പോകുന്നതാണ്. എന്നിട്ടാണ് അവർ അതിനെ പ്രതിരോധിച്ചത്. നിയമപരമായ കാര്യത്തിന് പോയ ജില്ലാ ഭരണകൂടത്തെ തടഞ്ഞത്, അവരുടെ പ്രവർത്തനത്തെ, അവരുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തെ തടഞ്ഞത്. എന്നാൽ പോലീസ് ഈ കാര്യത്തിൽ മെല്ലെപ്പോക്കാണ് നടത്തിയത്. നമ്മൾ മറ്റ് ചില വീഡിയോകളിൽ പറഞ്ഞതാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല പെരുമാറേണ്ടിയിരുന്നത്. കോടതി വരെ പോയതിന് ശേഷം വീണ്ടും ഇന്നലെ മൃതദേഹം കുഴിച്ചെടുത്തു, പോസ്റ്റ്മോർട്ടം നടത്തി. പോസ്റ്റ്മോർട്ടത്തിൻ്റെ റിസൾട്ട് വരാനിരിക്കുന്നതേ ഉള്ളൂ, പ്രധാനപ്പെട്ട റിസൾട്ടുകൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഈ സാഹചര്യത്തിൽ അവർ ജനങ്ങളോട്, പൊതുസമൂഹം ഇതിൽ ഞങ്ങളോട് മാപ്പ് പറയണം, പോലീസ് ഉൾപ്പെടെ ഈ കാര്യത്തിൽ പ്രതികരണം നടത്തിയ ആൾ ഉൾപ്പെടെ മാപ്പ് പറയണം, അച്ഛൻ്റെ സമാധിയാണ് ഇൻവാലിഡ് ആക്കിയത് എന്നാണ് ആദ്യം പ്രതികരിച്ചത്. പിന്നീട് അവർ പറഞ്ഞു ഞങ്ങൾ നാളെ മഹാസമാധിയാക്കി അടക്കും എന്ന്. മാധ്യമങ്ങൾ, ചാനലുകൾ മിക്കതും ജനം TV മുതൽ മീഡിയ 1 വരെ ഈ മഹാസമാധിയെ അങ്ങ് ആഘോഷിച്ചു. നമുക്ക് ഇന്ന് രാവിലെ ചാനലൊക്കെ കണ്ടപ്പോൾ നെഞ്ചു തകർന്നു പോയി, ഇമാതിരി പരിപാടി കാണിക്കുന്നത് കണ്ടപ്പോൾ. ഹിന്ദു ഐക്യവേദിയുടെ ഇടപെടലോ സംഘപരിവാർ സംഘടനകളുടെ ഇടപെടലുകളോ എന്താണെന്നറിയില്ല, ഈ വിഷയത്തിലുള്ള കൃത്യമായ റിപ്പോർട്ടിങ്ങിൻ്റെ ശൈലിയിൽ ചില പ്രശ്നങ്ങൾ നമുക്ക് അന്നേ കാണാൻ കഴിഞ്ഞിരുന്നു. ഒരു ദുരൂഹമായ മരണം ആണ് യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായിരുന്നത്. ആരും കാണാതെ അടക്കി എന്ന് പറയുന്ന ഒരു മൃതദേഹം അടക്കി അതിന് സമാധി എന്ന് അവരുടെ ഇഷ്ടം പോലെ വിളിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടിരുന്നത്. അതെന്തോ ആയിട്ട്, എന്തായാലും ഇന്നത്തെ ദിവസം അവർ മഹാസമാധി എന്ന് പറഞ്ഞ് അതേ മൃതദേഹത്തെ പൂജാരിമാരെയൊക്കെ കൊണ്ടുവന്ന് ഭസ്മമൊക്കെ വീണ്ടും നിറച്ച് ആ കുഴിയിൽ ഇട്ട് അടക്കി. എന്നാൽ അവിടെ നമുക്ക് സ്വാഭാവികമായി തോന്നേണ്ട സംശയം ഒരു മാധ്യമങ്ങൾക്കും തോന്നുന്നില്ല എന്നുള്ളതാണ് വിചിത്രമായ കാര്യം. കാരണം ആളുകൾ അറിഞ്ഞ് നടത്തിയാൽ ഈ സമാധി ശരിയാവില്ല എന്ന് പറഞ്ഞ വീട്ടുകാർക്കും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിഷ്ണുപുരം ചന്ദ്രശേഖരൻ അടക്കമുള്ള സംഘപരിവാർ സംഘടനകളുടെയും ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള സംഘടനകളുടെയും ആളുകൾക്ക് ഇന്നൊരു പ്രശ്നമില്ല. കാരണം ഇന്ന് ഈ സമാധിക്ക് പ്രമോഷൻ കിട്ടി, മഹാസമാധിയാക്കി കളഞ്ഞു അവർ. അങ്ങനെ ഈ ഒരു ആളുകൾ അറിഞ്ഞ് നടത്തുമ്പം ഉണ്ടാവും എന്ന് പറഞ്ഞ ഒരു പ്രശ്നവും ഇന്ന് ഉണ്ടായില്ല. പിന്നെ എന്തിനായിരുന്നു നാട്ടിലെ ഭരണ സംവിധാനങ്ങളെ ഇത്രയധികം ബുദ്ധിമുട്ടിച്ച് നമ്മൾ അടക്കുന്ന നികുതിയാണ് ഈ ചെലവൊക്കെ വരുത്തുന്നത്. അങ്ങനെ നികുതിൻ്റെ കണക്ക് പറയുന്ന ആൾക്കാരൊന്നും ഇന്ന് നമ്മൾ കാണൂല. നമ്മളടക്കുന്ന നികുതി എടുത്തിട്ടാണ് ഈ പോലീസുകാരുടെയും അവിടെ ഈ സംസ്കാരത്തിൻ്റെയും മറ്റു കാര്യങ്ങൾക്കൊക്കെ ചെലവാക്കുന്നത്. അങ്ങനെ ഔദ്യോഗിക സംവിധാനത്തെ ദുരുപയോഗിക്കുന്ന വിധത്തിൽ ഒരു ദുരൂഹത എന്തിനാണ് ഇവർ സൃഷ്ടിച്ചത് എന്നുള്ളതിന് അവർ ഉത്തരം പറയണം. ഇന്ന് ഈ മഹാസമാധി എന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ സമാധി പിന്നെ എന്തിനാണ് രഹസ്യമാക്കി വെച്ചത്, ഇന്നത്തെ സമാധി എങ്ങനെയാണ് വാലിഡ് ആവുന്നത്? അവർ അന്ന് പറഞ്ഞിരുന്നത് അങ്ങനെയല്ല, ഈ സമാധി എന്ന് പറയുന്നത് ആളുകൾ കണ്ട പ്രശ്നമാവുന്നതാണ്. ഇന്ന് എല്ലാവരും കണ്ട് ഘോഷയാത്രയായിട്ട് പോയിട്ടാണ് നാട്ടുകാരെ മുഴുവൻ അറിയിച്ച് കാണിച്ചിട്ടാണ് മഹാസമാധി അടക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ സമാധിൻ്റെ സങ്കല്പത്തെ പോലും കളിയാക്കുന്ന, പരിഹസിക്കുന്ന ഒരു പരിപാടിയാണ് അവിടെ നടത്തിയത്. ഇനി അതിൽ വിശ്വസിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവരുടെ വിശ്വാസത്തെ പോലും പരിഹസിക്കുന്ന ഒരു പരിപാടിയാണ് ഗോപൻ സ്വാമിയുടെ മക്കൾ അവിടെ കാണിച്ചു കൂട്ടിയത്. ഹിന്ദുത്വ സംഘടനകൾ എന്ന് പറയുന്ന സംഘപരിവാറിൻ്റെ ചില സംഘടനകളും വിഷ്ണുപുരം ചന്ദ്രശേഖരനെ പോലുള്ള അവരുടെ നേതാക്കളും അവിടെ കാണിച്ചു കൂട്ടിയത്. എന്താണ് സമൂഹത്തോട് ഈ ഘട്ടത്തിൽ പറയേണ്ടത് എന്നുള്ള ചോദ്യം നമുക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഗോപൻ സ്വാമിയുടെ ഈ സംസ്കാര ചടങ്ങ് കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. അതിലൊരു കാര്യമാണ് സമാധി എന്ന് പറഞ്ഞ് നമ്മളെ പരിഹസിച്ച കാര്യം, ഇത് രഹസ്യമായി നടത്തണം എന്നുള്ള കാര്യം. ഇന്നിപ്പോൾ സമാധി മഹാസമാധി തന്നെ ആകുമ്പോൾ അതെങ്ങനെയാണ് മഹാസമാധി ആവുന്നത് എന്നുള്ളതിനുള്ള ഉത്തരമാണ് ഇപ്പോഴും നമ്മുടെ ആകാംക്ഷയിൽ ബാക്കി കിടക്കുന്നത്. അത് വീട്ടുകാർ പറയായിരിക്കും.
അതിൻ്റെ പിന്നാലെ രണ്ടാമത്തെ കാര്യം, ഇതിൽ മുസ്ലിം തീവ്രവാദികൾ ഇടപെട്ടു എന്ന് പറഞ്ഞ കാര്യമാണ്. അതിൽ അദ്ദേഹത്തിൻ്റെ മകൻ സനന്ദൻ ഇന്ന് ഒരു മാപ്പ് അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഒരു മാപ്പിൽ തീരുന്ന കാര്യമല്ല. ഒരു നിർണായക സമയത്ത് ഇന്നിപ്പോൾ ഈ ബോഡി പുറത്തെടുക്കുകയും സംസ്കരിക്കുകയും തിരിച്ച് സംസ്കരിച്ച സമയത്ത് സമാധിക്ക് മഹാസമാധി എന്ന പ്രൊമോഷൻ കൊടുക്കുകയൊക്കെ ചെയ്തിട്ട് അവർക്ക് മെച്ചം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ അതിനു മുമ്പ് അത് കുഴിച്ചെടുക്കുന്നതിനെ തടഞ്ഞ സാഹചര്യത്തിൽ അന്ന് അതിനെ തടയാൻ വേണ്ടി അവരിട്ട കാർഡായിരുന്നു മുസ്ലിം തീവ്രവാദികളൊക്കെയാണ് ഇതിൻ്റെ പിന്നിലെന്ന്. ഒരു സമൂഹത്തിൽ വ്യത്യസ്തമായി ജീവിക്കുന്ന സമൂഹങ്ങളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി നടത്തിയ ഗൂഢനീക്കമാണ് അത്. സ്വന്തം അച്ഛൻ്റെ മൃതദേഹം വെച്ച് ഈ കളി കളിച്ച സനകനും കൂട്ടരും എന്തായിരുന്നു ഉദ്ദേശിച്ചിരുന്നത് എന്നുള്ളത് വ്യക്തമായിട്ടില്ല. ഒരു മാപ്പ് കൊണ്ട് ഊരി പോകേണ്ട കാര്യമല്ല അത്. അതിൽ നിയമ സംവിധാനങ്ങൾ നടപടികൾ കൈക്കൊള്ളേണ്ടതുണ്ട്. അതിനു മുന്നിൽ അവർ വിശ്വസനീയമായ വിധത്തിൽ അത് വിശദീകരിക്കേണ്ടതുണ്ട്. ആ നിയമ സംവിധാനത്തിൻ്റെ പ്രക്രിയയിലൂടെ കടന്നു പോയേ പറ്റൂ. അല്ലാതെ അച്ഛൻ്റെ മൃതദേഹം ഇതെടുത്തു, ഇപ്പം ഞങ്ങളൊക്കെ സബൂറായി എന്ന് പറഞ്ഞിട്ട് മഹാസമാധി പ്രൊമോഷനൊക്കെ ആയി എന്ന് പറഞ്ഞാൽ അങ്ങനെ രക്ഷപ്പെടാൻ കഴിയില്ല. ഒരു നാടിനെ അലമ്പാക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയ ഒരു സംഘത്തിനൊപ്പം നിന്ന് സ്വന്തം അച്ഛൻ്റെ മൃതദേഹം വെച്ചുകൊണ്ട് കളിച്ച കളിയാണ് ഇവിടെ മുസ്ലിം തീവ്രവാദികളാണ് എല്ലാം എന്ന് പറഞ്ഞ് ഒരു സമുദായത്തെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് സമൂഹത്തിൽ ലഹള ഉണ്ടാക്കാൻ ഒരു മരുന്നിട്ട് കൊടുക്കുകയാണ് അവർ ചെയ്തത്. അതിന് അവർ മറുപടി പറയേണ്ടി വരും. നമ്മളോടല്ല, നിയമ സംവിധാനം അതിന് തുനിഞ്ഞിറങ്ങണം. ഈ നിയമ സംവിധാനം ഇറങ്ങുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഇതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, മറ്റൊന്ന്, ഈ പ്രക്രിയ കൊണ്ട് ചില ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. കോടതിയുടെ ഇടപെടൽ, പോലീസിൻ്റെ ഇടപെടൽ, മൊത്തത്തിൽ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് കൊണ്ടൊക്കെ ഒരു ഗുണമുണ്ടായിട്ടുണ്ട്. നമ്മളിപ്പം മാധ്യമങ്ങളുടെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. പോലീസ് ആദ്യം ഇടപെടാതെ മടിച്ചു നിന്ന കാര്യം പറഞ്ഞു, മാധ്യമങ്ങളുടെ കാര്യം പറഞ്ഞു. അവരൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ചില ഭീതികൾ ഉള്ളിൽ സൂക്ഷിച്ചിരുന്നു. അയ്യോ, സമാധി ഹിന്ദുത്വ ആചാരം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞ ഉടനെ ഒന്ന് പേടിച്ച് മാറി നിൽക്കുന്നു. ഒരു ആളുടെ മരണത്തെ സമാധി എന്ന് മാത്രമേ പറഞ്ഞ് റിപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ഒരു മനുഷ്യനെ കാണാതായി എന്ന് പറഞ്ഞ് ഒരു പരാതി നൽകിയിട്ട് ആരും അറിയാതെ ഞാൻ കുഴിച്ചിട്ടു, അത് സമാധിയാണ്, നിങ്ങൾ അങ്ങനെ വിളിക്കണം എന്ന് പറഞ്ഞിട്ട് അതനുസരിച്ച് മുന്നോട്ട് പോകുന്ന റിപ്പോർട്ടിംഗ് ശൈലി നമ്മൾ കണ്ടു. ഒപ്പം പോലീസ് അവരെ എതിർത്ത് നിന്ന ഘട്ടത്തിൽ ഒരു മനുഷ്യനെ കുഴിച്ചിട്ടിട്ട് ആ ഓരോ നിമിഷം വൈകുന്തോറും അതിൽ തെളിവുകളുണ്ടെങ്കിൽ അത് നശിച്ചു പോകുന്ന മൃതദേഹം അവിടെ കിടക്കുകയാണ്. അതിനെയൊക്കെ അവസരം കൊടുത്ത് 10-24 മണിക്കൂർ വെറുതെ കളഞ്ഞ, അല്ലെങ്കിൽ 2 ദിവസത്തോളം വെറുതെ കളഞ്ഞ ഒരു പോലീസ് സംവിധാനം അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിലൊക്കെ നമുക്ക് പുനർവിചിന്തനം നടത്തണം. അതൊക്കെ അവിടെ നടക്കുമ്പോഴാണ് ഗുണകരമാകുന്നത് എങ്ങനെ എന്ന് നമ്മൾ നോക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഒരുപക്ഷെ ഈ കാര്യത്തിൽ ഇത്ര ഭീതിതമായ തരത്തിൽ നമ്മുടെ ആചാരത്തെയും അല്ലെങ്കിൽ മതത്തെയും ഉപയോഗിച്ച് പ്രവർത്തനം നടത്തി അത് വിജയകരമായി അവർ പൂർത്തിയാക്കിയിരുന്നെങ്കിൽ, രഹസ്യമായി ചെയ്ത ഒരാളുടെ സമാധി അത് ആരാണെന്ന് കണ്ടിട്ടില്ല, മനുഷ്യർ കണ്ടിട്ടില്ല, അതിന് നിയമ സംവിധാനങ്ങളുടെ സിസ്റ്റത്തിന് വിധേയപ്പെട്ട് ചെയ്തിട്ടില്ല, മരണം നടന്നു, അത് സമാധിയാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏർപ്പാടാണ് അവിടെ നടന്നത്. അതിനെ അംഗീകരിച്ചു കൊടുത്ത് മുന്നോട്ട് പോയിരുന്നെങ്കിൽ നമ്മൾ നമ്മുടെ നിയമ സംവിധാനത്തെ ഇങ്ങനെ നിഷ്പ്രഭമാക്കി മുന്നോട്ട് പോകാൻ ഇനിയും ഇത്തരത്തിൽ പല രീതിയിൽ മുന്നോട്ട് നീങ്ങാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് ഒരു ധൈര്യം കിട്ടും. ക്രൈമുകൾ വർദ്ധിപ്പിക്കുന്നതിനും ക്രൈമുകളെ ഭരണ നിയമത്തിൻ്റെ ഒക്കെ മുന്നിൽ നിന്ന് ഒളിപ്പിച്ച് കടത്തുന്നതിനുമുള്ള ഒരു വഴി രൂപപ്പെട്ടേനെ. അത് മതത്തിൻ്റെ പേര് പറഞ്ഞാൽ മതിയല്ലോ. ഉത്തരേന്ത്യയിലൊക്കെ പല തരത്തിൽ വൃദ്ധന്മാർ ഇങ്ങനെ അപ്രത്യക്ഷമാകുന്ന വാർത്ത, അത് സമാധിയിരുത്തിയതാണ് എന്ന് കേൾക്കുന്ന വാർത്തയൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഗൂഗിളിലൊക്കെ അടിച്ചാൽ ഇഷ്ടംപോലെ നമുക്ക് അത്തരത്തിലുള്ള സംഭവങ്ങൾ കണ്ടെത്താൻ കഴിയും. എന്നാൽ അങ്ങനെ ഒരു വഴിയിലേക്കുള്ള ഒരാദ്യ ചുവടുവെപ്പ് ഇതിനെ ഈ തരത്തിൽ ചോദ്യം ചെയ്യുകയും നിയമത്തിന് വിധേയമാക്കുന്ന ഒരു പ്രക്രിയ നടത്തുകയും ചെയ്തില്ലെങ്കിൽ ഇവിടെ വെച്ചേനെ. ആ ചുവടുവെപ്പിനെ മുടക്കാൻ കഴിഞ്ഞു. ഇനിയൊരിക്കൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒന്ന് ആലോചിക്കും, ഇങ്ങനൊരു സംഭവം ഉണ്ടായല്ലോ, ഇവിടുത്തെ ഭരണകൂടവും നിയമ സംവിധാനവും ഒന്നും അവർക്ക് വഴങ്ങിയില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ അതിന് വിധേയപ്പെടേണ്ടി വരും, വലിയ ബുദ്ധിമുട്ടുകളുണ്ടാവും എന്നുള്ള വിചാരത്തിനുള്ള, അങ്ങനെ ഒരു പുനർവിചിന്തനം നടത്താനുള്ള ഒരു പോയിന്റായി ഇത് മാറി എന്നുള്ളത്. അതുകൊണ്ട് ഗോപൻ സ്വാമിയുടെ ഈ പ്രവർത്തനം, ഗോപൻ സ്വാമിയുമായി ബന്ധപ്പെട്ട ഈ നിയമപരമായ നടപടികൾ അങ്ങനെ ഒരു ഗുണമുണ്ടായി എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൻ്റെ തുടർച്ചയായി മറ്റു തരത്തിൽ ഇതിനെ തൊട്ടാലെല്ലാം പോയി നാടാകെ കത്തി എന്ന് പറയുന്ന തരത്തിൽ ഭീഷണിയുമായി മുന്നോട്ട് വരുന്ന മതവർഗീയ സംഘടനകൾക്ക് ഇത് ഇവിടെ ഉടനെ ഒന്നും ചെലവാവില്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു പ്രവർത്തനം കൂടിയായി നിയമത്തിൻ്റെയും കോടതിയുടെയും പോലീസിൻ്റെയും ഭരണ സംവിധാനത്തിൻ്റെയും ഒക്കെ പ്രവർത്തനം മാറി എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇങ്ങനെ ആകപ്പാടെ ഉള്ള നടപടികളുടെ ആത്യന്തിക ഫലം ഇത് തന്നെയാണ്. മാധ്യമങ്ങളാണ് ഒപ്പം ആലോചിക്കേണ്ട മറ്റൊരു മേഖല. മാധ്യമപ്രവർത്തകർ ഒക്കെ ആലോചിക്കേണ്ട കാര്യമാണ്. ഇങ്ങനെയൊരു
കാര്യത്തെ എങ്ങനെ റിപ്പോർട്ട് ചെയ്യണം എന്ന് അറിയാതെ അന്തിച്ചു നിന്ന ഒരു സാഹചര്യം. ഇപ്പോഴും മഹാസമാധി ആയി എന്ന് പ്രഖ്യാപിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ മനുഷ്യനെ പൗരനായി കാണുന്ന സംവിധാനം പുരോഗമനാത്മകമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പഴയ രീതിയിലേക്ക് പോയി ഒരു മനുഷ്യനെ ആ നിലയിൽ കാണാതെ വേർതിരിവുകളോടെ കാണുന്ന ശൈലിയിലേക്ക് നമ്മൾ പോവുകയാണ് എന്നുള്ളത് രസകരമായ, കൗതുകകരമായ, അതോടൊപ്പം തന്നെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. നമുക്ക് ആ മട്ടിൽ കാര്യങ്ങളെ കാണേണ്ടതില്ല. പൗരനെ പൗരനായി തന്നെ കാണാനും അതിനനുസരിച്ച് പൗര നിയമങ്ങളെ അതിനനുസരിച്ചിട്ടുള്ള കാഴ്ചപ്പാടോടെ അപ്ലൈ ചെയ്യാനുമുള്ള സാഹചര്യമുണ്ട്. അതിന് പകരം ഏതെങ്കിലും ഭരണകൂട സംവിധാനം അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന പ്രതിനിധികൾ, അതിൻ്റെ പ്രാതിനിധ്യം വഹിക്കുന്ന ആളുകൾ അതിനെ കണക്ട് ചെയ്തുകൊണ്ട് മറ്റു ചില കാര്യങ്ങൾ ദുരുപയോഗിക്കാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ അവരെ പേടിച്ച് നിൽക്കേണ്ട സാഹചര്യം ഇവിടെ ഇല്ല എന്ന് ഉള്ള ഒരു തിരിച്ചറിവാണ് ആറാലമ്മൂട് ഗോപൻ സ്വാമിയുടെ സംസ്കാരവും പുനർ സംസ്കാരവും എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. ഇനി വരാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട പോസ്റ്റ്മോർട്ടത്തിൻ്റെ റിപ്പോർട്ടുകളാണ്. അതിൻ്റെ കാര്യങ്ങളിലേക്ക്, നിയമ നടപടികളിലേക്കൊക്കെ പോലീസ് പോകും. അത് എന്തായാലും അത് നിയമപരമായ നടപടികളിലൂടെ മുന്നോട്ട് പോകുന്ന കാര്യമാണ്. അതിൻ്റെ റിസൾട്ട് എന്തായാലും ഇവിടെ നടക്കാനിടയുണ്ടായിരുന്ന ഒരു കാര്യത്തെ മാറ്റി ഇവിടെ അതിനുശേഷം നടന്ന കാര്യങ്ങളെ ആരോഗ്യകരമായി തന്നെ കാണാം എന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ പോസിറ്റീവായ ഒരു സംഭവം ഇവിടെ ഉണ്ടായി എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു പൗരൻ്റെ ഉത്തരവാദിത്തം അത് മക്കൾക്കോ അച്ഛനോ അദ്ദേഹത്തിൻ്റെ ജീവനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ആത്യന്തികമായ ഉത്തരവാദിത്തമില്ല, അത് സ്റ്റേറ്റിനാണ് എന്നുള്ള യാഥാർത്ഥ്യം ഇന്ത്യൻ ഭരണഘടന ഇവിടെ നിലവിലുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയൂ. അല്ലാതെ വീട്ടിലൊരാൾ മരിച്ചു കഴിഞ്ഞാൽ അത് എൻ്റെ അധികാരത്തിലിരിക്കുന്ന ആളാണ്, ഞാൻ ആരും അറിയാണ്ട് കുഴിച്ചിട്ടോളാം എന്ന് വിചാരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനമല്ല ഇവിടെയുള്ളത്. അത് മക്കളായാലും അച്ഛനായാലും സഹോദരങ്ങളായാലും ബന്ധുക്കളായാലും അയൽക്കാരായാലും ആൾക്കൂട്ടമായാലും അത് അവരുടെ സ്വകാര്യതയല്ല, അത് സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. പൗരൻ എന്ത് സംഭവിച്ചു എന്നുള്ളത് അടയാളപ്പെടുത്തേണ്ടത്, അത് രേഖപ്പെടുത്തേണ്ടത് സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന പാഠമാണ് നമുക്ക് ഒരു വിദ്യാഭ്യാസത്തിൻ്റെ രൂപത്തിൽ ഇപ്പോൾ ഈ ആറാലമ്മൂട് ഗോപൻ സ്വാമിയുടെ സംഭവം നമ്മുടെ മുമ്പിൽ വെക്കുന്നത്. അത് ഒരു അറിവായി നമ്മൾ എടുക്കുക എന്നുള്ളത് ഏറ്റവും പ്രാഥമികമായി ഈ കാര്യം നമ്മളെ പഠിപ്പിക്കുന്നു. അതങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ. ആ അർത്ഥത്തിൽ ഇത് വളരെ പോസിറ്റീവായിട്ട് കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നന്ദി, നമസ്കാരം.